രാമ നാരായൺ രാമ. ഈ ഭൂമിയിൽ പലരും വലിയ മഹലുകളിൽ താമസിക്കുന്നു, എന്നാൽ ചിലർ കുഴിച്ചു ചെയ്ത കുടിലുകളിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ വ്യക്തിഗത ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്ന് പറയാനാവില്ല. ആകാശത്തെ നക്ഷത്രങ്ങളിൽ ഉന്നതതയും താഴ്ചയും വലിയതും ചെറുതും എന്നിങ്ങനെയുള്ള ഭേദഭാവങ്ങൾ ഒന്നുമില്ല. ആകാശത്ത് അനേകം നക്ഷത്രങ്ങളുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ എത്രയെന്ന് ഭൂമിയിലെ യാതൊരു മനുഷ്യനും ശാസ്ത്രജ്ഞനും പറയാൻ കഴിയില്ല. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ചിന്തിക്കാൻ എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ ആരാണ്? എവിടുന്നാണ് വന്നത്? മരണം വന്ന ശേഷം എവിടേക്കാണ് പോകുന്നത്? ആകാശം അറിയുന്നു ഭൂമിയിൽ കഴിയുന്ന മനുഷ്യർ എങ്ങനെയാണെന്ന്. എത്രമാത്രം നല്ലവരാണ്, എത്ര ദുഷ്ടരാണ്, എത്രമാത്രം വിവേകത്തോടെ പ്രവർത്തിക്കുന്നു, എത്ര ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു, എല്ലാം ആകാശം അറിയുന്നു. മനുഷ്യൻ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനു മുമ്പ് ചിന്തിക്കുന്നു, അത് തനിക്ക് നല്ലതാണോ തനിക്ക് മോശമോ എന്ന്. പ്രകൃതിയും ഈ ചിന്തയിൽ സഹായിക്കുന്നു. പിന്നീട് പ്രകൃതിയും ആ ചിന്തയും തമ്മിൽ വിവേകം കടന്നുവരുന്നു. വിവേകമാണ് മനുഷ്യനോട് പറയുന്നത് എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്യരുതെന്ന്, എന്താണ് നല്ലത്, എന്താണ് കട്ടത്. പക്ഷേ അതുണ്ടായിരിക്കുമ്പോഴും മനുഷ്യൻ തൻ്റെ വിവേകത്തെ കേൾക്കാറില്ല. മനുഷ്യൻ പ്രത്യക്ഷമായും അറിയത്തക്ക പിഴവുകൾ ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ തെറ്റുകൾക്ക് സ്വയം ഉത്തരവാദിയാകുന്നു. ഭൂമിയിൽ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളും ഇല്ല. പഴയ കാലത്ത് ചൂളയിൽ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. ഞാൻ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ പോയിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ചൂളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ കുഞ്ഞ് ഓടി വന്ന് ചൂളക്കരികിൽ നിന്നു. അമ്മ നിന്നേണം എന്ന് പറഞ്ഞില്ലെങ്കിലും കുഞ്ഞിൻ്റെ വിവേകമാണ് അവനെ അവിടെ നിർത്തിയത്. അവൻ അറിയുന്നുണ്ട് മുന്നോട്ടു പോയാൽ ചൂടേറ്റ് പൊള്ളും. ഭൂമിയിൽ കള്ളന്മാർ കള്ളന്മാർ ഇവർ എല്ലാവരും വിവേകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ചിലർ കരുതുന്നു തൻ്റെ അച്ഛൻ ധനികനാണെങ്കിൽ താനുമാകുമെന്നാണ്. പക്ഷേ അവൻ അറിയുന്നില്ല ഇതെത്ര നേരം നീളുമെന്നു. ഒരിക്കലൊക്കെ രാജാക്കന്മാർ ഉണ്ടായിരുന്നു, അവർ പോയി. മുഗൾ രാജാക്കന്മാർ പോയി. ബ്രിട്ടീഷ് ഭരണകാലം കഴിഞ്ഞു. ഒരിക്കൽ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു, ഇപ്പോൾ ബിജെപിയാണ് ഭരിക്കുന്നത്. അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ലോകമാകെ മോദി മോദി എന്ന് പറയുന്നു. എന്നാൽ മനുഷ്യൻ അറിയുന്നിട്ടും തെറ്റുകൾ ചെയ്യുന്നു. കാരണം ലോകത്തെ സംവിധാനമാണ് തെറ്റുള്ളത്. അതാണ് മനുഷ്യനെ കള്ളനാക്കുന്നത്, അതാണ് അദ്ദേഹത്തെ തെറ്റുവഴിയിലേക്ക് നയിക്കുന്നത്. ഭൂമിയിൽ നിന്ന് വ്യക്തിപരമായ ഉടമസ്ഥാവകാശം നീക്കിയാൽ ഭൂമിക്ക് സന്തോഷമേ വരിക. ദൈവം ആദ്യം തന്നെ ഭൂമി, പ്രകൃതി, വായു, വെള്ളം എന്നിവ സൃഷ്ടിച്ചു. മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ ഒരു പ്രശ്നവും അനുഭവിക്കാതിരിക്കാനായി ദൈവം എല്ലാം ഒരുക്കിയിരുന്നു. ദൈവം ഇത്രയും ബുദ്ധിമാനായിരിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെ അത്രയും ബുദ്ധിമാനാകുന്നില്ല? അവൻ എങ്ങനെ ചിന്തിക്കാറില്ല? പ്രകൃതിയാണെന്നു നമ്മുടെ ഭാവി, പ്രകൃതിയാണെന്നു പ്രകൃതിയാണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. ഇതെന്തുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കാറില്ല? മനുഷ്യൻ പ്രകൃതിയെ മാതാപിതാക്കളായി, ഗുരുവായി അംഗീകരിച്ചാൽ മനുഷ്യനൊരിക്കലും മാനവനിർമ്മിതമായ ഒന്നിനും ആശ്രയിക്കേണ്ടതില്ല. അതിനാൽ പ്രകൃതിയെ താങ്കളുടെ ജീവന്റെ അടിസ്ഥാനമാക്കിയോളൂ. കൂടാതെ രാമ നാരായൺ രാമ എന്ന ജപം തുടരൂ. നിങ്ങളുടെ ജീവിതം പവിത്രവും ധന്യവുമാകുന്നത് കാണും.